ഞാനെന്നുള്ളത് കാസർഗോഡാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. ഏതായിരുന്നാലും മഹാനായ മാലിക് ദീനാർ വലിയ ജുമാഅത്ത് പള്ളി എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ തളങ്കരയിലുള്ള പള്ളിയിലാണ് ഞാനിന്നുള്ളത്. ഈ പള്ളിയെക്കുറിച്ചും ഇവിടെയുള്ള മഖാമിനെ പറ്റിയും അല്പം ചില കാര്യങ്ങൾ പറയാം. ട്രെയിനിന് വരികയാണെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അങ്ങനെ വരുന്നവർക്ക് ഇവിടെയും കയറാം, പിന്നെ ബേക്കൽ കോട്ടയിലും പോകാം. ഇവിടുത്തെ ചരിത്രങ്ങളെപ്പറ്റി പറയുന്ന ഒരു പുസ്തകം ഈ പള്ളിക്ക് കീഴിൽ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ പള്ളിക്ക് ഏകദേശം 1400 വർഷം പഴക്കം കണക്കാക്കുന്നു. അതായത് അന്ന് മുതൽ സ്ഥാപിതമായി എന്ന് പറയാം. ആദ്യമായിട്ട് ഈ പള്ളി കാണുന്ന ഒരാൾക്ക് വളരെയധികം കൗതുകം തന്നെയാണ് ഈ പള്ളിയും പരിസരവും. ഇപ്പോഴും ആ ഒരു പഴമ നിലനിർത്തി പോരുന്നുണ്ട് ഈ പള്ളിയിൽ. പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ സൈഡിൽ ഖബർസ്ഥാനം നമുക്ക് കാണാം. മറ്റൊരു കാര്യം, ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ മുത്തുനബിയുടെ കൈവിനാൽ ചന്ദ്രൻ പിളർത്തിയ സംഭവം നമ്മുടെ നാട്ടിൽ നിന്നും കാണുകയുണ്ടായി. ഈ സംഭവത്തിനെ പറ്റിയുള്ള അന്വേഷണം ചേരമാൻ പെരുമാളിനെ മുത്തുനബിയുടെ അടുത്തെത്തിച്ചു എന്നതാണ് ചരിത്രം. അങ്ങനെ മുത്തുനബിയിൽ നിന്നും ചേരമാൻ പെരുമാൾ വിശുദ്ധ ദീന് സ്വീകരിക്കുകയും വിശുദ്ധ ദീനിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തു. ആ ഒരു കാര്യം നാട്ടിലുള്ളവർക്ക് പകർന്നു നൽകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മഹാനവറുകൾ നാട്ടിലേക്ക് തിരിച്ച് യാത്ര പുറപ്പെടുന്നത്. കൂടെ മാലിക് ബിൻ ദീനാറും സംഘവും ഉണ്ടായിരുന്നു. വഴിയിൽ വെച്ച് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. വിട പറയുന്നതിന് മുമ്പ് മഹാനവറുകൾ തൻ്റെ കൈകളാൽ എഴുതിയ ഒരു കത്ത് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും ഒരു തുറമുഖത്ത് ഇറങ്ങണമെന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള രാജാവിൻ്റെ അടുത്ത് ഈ കത്ത് നൽകണമെന്നും പറഞ്ഞു. മഹാനവറുകളെ അവിടെ തന്നെ മറമാടിയതിനു ശേഷം പിന്നീട് മാലിക് ബിൻ ദീനാറും സംഘവും ഈ ഒരു ദൗത്യവുമായി ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായത്. അന്ന് കേരളത്തിൽ എത്തി അവർ 10 പള്ളികൾ പണിതിരുന്നു. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളിയാണ് മാലിക് ബിൻ ദീനാർ പണിത ആദ്യ പള്ളി. 8ാമത്തെ പള്ളിയാണ് ഇവിടെ ഉള്ളത്. അന്നത്തെ കാലത്ത് പോലെ അല്ലെങ്കിലും ഇപ്പോഴും ആ ഒരു പഴമ ഈ പള്ളിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് നമ്മുടെ നാട്ടിലെത്തിയ മാലിക് ബിൻ ദീനാറും മഹാനെയും സംഘത്തെയും വളരെയധികം സ്നേഹത്തോടെയും ആദരവോടും കൂടിയാണ് അന്നത്തെ ഭരണാധികാരികൾ വരവേറ്റത്. മതപ്രബോധനത്തിനും പള്ളി നിർമ്മാണത്തിനും അനുമതിയും പിന്തുണയും ലഭിച്ചു. അവരുടെ ജീവിതം കണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. കൊടുങ്ങല്ലൂരിനും കാസർഗോഡിനും അങ്ങനെ തുടങ്ങി മറ്റു സ്ഥലങ്ങളിലും അവർ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ കാലത്ത് തന്നെയാണ് ഇവർ ഇങ്ങോട്ടേക്ക് വന്നത് എന്നും അതല്ല പിൽക്കാലത്താണ് എന്നും പറയുന്നുണ്ട്. AD 644 ഹിജ്റ 22 റജബ് 13 ഇവിടെയുള്ള പള്ളി നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. അവർ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്നും 10 വെണ്ണക്കല്ലുകൾ കൊണ്ടുവന്നിരുന്നു. അത് ഓരോന്ന് വീതം 10 പള്ളികൾ ശിലാസ്ഥാപനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 10 പള്ളികൾ നിർമ്മിക്കുന്ന സമയത്ത് ആ ഒരു ശിലാസ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. കൊടുങ്ങല്ലൂരിലെ പള്ളിയുടെ സമാന രീതിയിലാണ് ഇവിടെയുള്ള പള്ളി പണിതുയർത്തിയത്. എന്ന് കാണുന്ന പള്ളി പല കാലങ്ങളിലായി പുനർനിർമ്മിച്ചതാണ്. അന്നത്തെ കാലത്ത് പള്ളി ഓലമേഞ്ഞതായിരുന്നു. അന്ന് അവർ ഇവിടെ എത്തുകയും ഹിജ്റ 22 റജബ് മാസം 13 തിങ്കളാഴ്ച ഇവിടെ ഒരു ജുമാ മസ്ജിദ് നിർമ്മിക്കുകയും തൻ്റെ മകനെ ഇവിടെ ഖാളിയായി നിയമിക്കുകയും ചെയ്തു. പിന്നീട് ഹിജ്റ 1223 ഈ പ്രദേശത്തുള്ളവരുടെ ചിലവിൽ പഴയ പള്ളി പുനർനിർമ്മിച്ചു. കേരളത്തിലെ പ്രശസ്തമായ മക്കാമുകളിൽ ഒരു മക്കാം തന്നെയാണ് ഇവിടെയുള്ളത്. മറ്റൊരു കാര്യം, ഇവിടെ മക്കാമിൽ അന്ധവിശ്രമം കൊള്ളുന്ന ആളിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം നിലനിൽക്കുന്നു. കാസർഗോട്ടെ പ്രഥമ ഖാളിയായിരുന്ന മാലിക് ബിൻ മുഹമ്മദുൽ ഖുറൈശി എന്നവരാണ് എന്നും പറയുന്നുണ്ട്. പ്രഥമ ഖാളിയുടെ പിതാവ് മുഹമ്മദ് ബിൻ മാലിക്കാണ് മക്കാമിൽ ഉള്ളത് എന്നും പറയുന്നുണ്ട്. അതല്ല മാലിക് ബിൻ ദീനാർ തന്നെയാണ് എന്നും പറയുന്നുണ്ട്. മാലിക് ബിൻ ദീനാർ ഖുറാസാനിലാണ് വഫാത്തായത് എന്നും അവിടെ തന്നെയാണ് മഹാന്റെ മക്കാമുള്ളത് എന്നും പ്രഥമ ചരിത്ര ഗ്രന്ഥവുമായി കരുതപ്പെടുന്ന ഷെയ്ഖുൽ ഷെയ്നുദ്ദീൻ മഖ്ദൂമിന് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. മാലിക് ബിൻ ദീനാറിന്റെ സംഘത്തിൽപ്പെട്ട മാലിക് ദീനാർ എന്ന മറ്റൊരു മഹാന്റെ മക്കാമാണ് ഇവിടെയുള്ളത് എന്നും പറയുന്നുണ്ട്. ഏതായാലും നിരവധി ആളുകൾ ആണ് ഇങ്ങോട്ട് വരുന്നത്. ദൂര സ്ഥലത്ത് നിന്ന് പോലും ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ മക്കാമിന്റെ ഉറൂസ് നടക്കാറുള്ളത് 3 വർഷത്തിൽ ഒരിക്കലാണ്. 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് മാലിക് ബിൻ ദീനാറും കൂടെ 22 പേരും അടങ്ങുന്ന ഒരു സംഘം ഇങ്ങോട്ട് വന്നത് എന്നും പറയുന്നുണ്ട്. മഹാനായ മാലിക് ബിൻ ദീനാറും അറബിയിൽ നിന്നും ഇങ്ങോട്ട് വന്നു എന്ന് കരുതപ്പെടുന്ന ഒരു കല്ല് പള്ളിയുടെ പിൻവശത്ത് നമുക്ക് കാണാൻ കഴിയും. ആ കല്ലിൽ ഒരു മുസല്ല വിരിച്ച് അങ്ങനെ മഹാനവറുകൾ കടലിലൂടെ ഇങ്ങോട്ട് വന്നു എന്നാണ് മറ്റൊരു ചരിത്രം. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അബാധകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ ഏകദേശം പറയുന്ന ഒരു പുസ്തകം ഈ മക്കാമിൻ്റെ കീഴിൽ തന്നെയുണ്ട്.
അപ്പോൾ ഇതാണ് ആ ഒരു മക്കാമ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് നിത്യേന വരുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൊട്ടടുത്തായതുകൊണ്ട് തന്നെ വളരെ എത്താനും നിങ്ങൾക്ക് എളുപ്പമാണ്. പള്ളിയോട് ചേർന്ന് തന്നെ ഒരു നദിയും ഒഴുകുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.